തുളസിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് പറിച്ചെടുത്ത് നല്ലോണം അതിൻ്റെ ഇലകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. കഴുകി അതിൻ്റെ വെള്ളം എല്ലാം തന്നെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇല മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മാത്രം അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് നന്നായി തന്നെ ഇതുപോലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടും. ഈ നീര് നമുക്ക് വെറും വയറ്റിൽ രാവിലെ കുടിക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എല്ലാം ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല ചെയ്യുന്നത്. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ തുളസിയുടെ നീരും കൂടെ ഒഴിച്ച് നന്നായി ഇതിനൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായി ഒന്ന് അതിൻ്റെ നമുക്കത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനും പറ്റും. നമുക്ക് തൊണ്ടവേദന, ജലദോഷം, പനിയൊക്കെ വരുന്ന സമയത്ത് മെയിനായിട്ട് ചുമയൊക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമയും അതുപോലെ കഫക്കെട്ട് മാറാനും കുട്ടികളും ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും.